എന്തൊക്കെയാണ് പൊതുവെ ഞായറാഴ്ച പരിപാടികൾ? ഞായറാഴ്ചയായിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല. നമുക്കെല്ലാം ഞായറാഴ്ച തന്നെയാണ്. ഒന്നുമില്ല. ഞായറാഴ്ച രാവിലെ എണീറ്റ് വന്നിട്ട് ഇത്തിരി ഇറച്ചി മേടിക്കണ പതിവ് ഉണ്ടായിരുന്നു. അത് ഇന്ന് വേണ്ടാന്ന് വെച്ച്. മീനാണല്ലേ കൂടുതൽ മീനാണ് ഇഷ്ടം? നമ്മുടെ ഇഷ്ട വിഷയം. ഷൂട്ടില്ലാത്തൊരു ദിവസം പൊതുവെ എങ്ങനെയാണ്? ഷൂട്ടിങ് ഞങ്ങളുടെ ആട് 3 തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് വലിയ പടമാണ്. അപ്പോൾ ഒരു ദിവസം വലിയ ബഡ്ജറ്റ് ആവും. നല്ല ബഡ്ജറ്റ് വന്ന പടം ആയതുകൊണ്ട് മഴ നമ്മളെ തോപ്പിച്ചാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചങ്ങനെ. പാലക്കാടായിരുന്നു. ഒരു 5 ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെ നിർത്തിവെച്ചു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ചാണ്. എനിക്ക് വെറുതെ പൈസ പോകുമല്ലോ. ഓക്കെ, 2010 ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് പാപ്പിയപ്പച്ച. അപ്പം 2009 അഭിനയിച്ചു. 2010 സിനിമ റിലീസായി. ഓക്കെ, അപ്പൊ 2025 ഈ ഒരു 15 വർഷത്തെ ഈ ഒരു ജേർണിനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല കുറെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. നമ്മള് കണ്ട് മോഹിച്ച് ആരാധിച്ച ആൾക്കാരോടൊപ്പം മമ്മൂക്ക, മോഹൻലാൽ, ജയറാം, ഗോപി, ദിലീപേട്ടൻ ഒരു കുറേ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. 148 പടം ഞാൻ അഭിനയിച്ചു 10 വർഷം കൊണ്ടൊക്കെ. അതൊരു വലിയ നേട്ടമാണ്. നല്ലൊരു തുടക്കം കിട്ടി 2010 പാപ്പിയപ്പച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പിന്നീട് നമ്മൾ അങ്ങനെ അധികം വേഷങ്ങൾ കണ്ടില്ല. ഒരുപാട് എന്താ പറയാ, വേഷങ്ങൾ ഇപ്പൊ കുറയുന്ന പോലെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചേട്ടൻ തന്നെ സ്വയം വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വിലയിരുത്തി നോക്കിയിട്ട് കാര്യമില്ല. ഈ ഒരു ഓട്ടത്തിൻ്റെ ഒരു കിതപ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ വരുമ്പോ വേറെ ജോണറിലുള്ള സിനിമകളൊക്കെയാണ്. അപ്പൊ അവരൊരു ടീം വർക്കാണ്. അവരൊരു ടീമായിട്ട് തന്നെയാണ് വന്നത്. അവര് പുതിയ പിള്ളേർ ഇഷ്ടം പോലെ സിനിമയിലേക്ക് വന്ന് ക്ലിക്കായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ സിനിമകൾ അങ്ങനത്തെ ജോണറിൽ ഉണ്ടാകുമ്പോൾ സിനിമകൾ കുറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ 11-ാം തീയതി അടുത്ത പടം റിലീസാവുന്നു. 3-4 പടം കൂടെ ഉണ്ട്. അപൂർവ പുത്രന്മാരെന്ന് പറഞ്ഞിട്ട് ബിബിൻ, വിഷ്ണു, ലാലു, അലക്സ്, അശോകൻ ചേട്ടൻ, ഞാൻ ഒക്കെയുള്ളൊരു പടം. നല്ല പടമാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ IFFK വന്നു. നമുക്ക് ക്ഷണമൊക്കെ കിട്ടി. അവിടെ നിന്നൊരു മൊമെൻ്റൊക്കെ കിട്ടി. ഭയങ്കര അങ്ങനെ 3-4 പടമുണ്ട്. പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങാനുണ്ട്. അതും വലിയ പടങ്ങളിൽ റിലീസുള്ള കാരണം തള്ളി ഇപ്പം അടുത്ത് റിലീസാവും. 3-5 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിലായാലും സ്റ്റേജിലായാലും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് ചേട്ടൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫിൽ ചേട്ടൻ കുറച്ച് റിസർവ്ഡ് ടൈപ്പ് ആണോ? ആണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന ഒരാളാന്ന് തോന്നുന്നു അല്ലേ? ലിമിറ്റിന്റെ അല്ല, സൗഹൃദങ്ങളും അതിനൊരു ഒരു ലിമിറ്റില്ല. ചില ആൾക്കാർ ഒരു കോമഡി പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കോമഡി ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റിയൊന്നുമില്ല. അവള് വേറെ ചിന്തയും, എനിക്ക് എൻ്റെ ആയിട്ടൊരു രാഷ്ട്രീയമുണ്ട്, വായനയുണ്ട്, അങ്ങനെയൊക്കെ പോണ ആളാണ്. സ്റ്റേജിലും TV-ലൊക്കെയാണ്, സിനിമയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കോമഡി പറയണത്. വേഷങ്ങൾ കുറയുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വേഷങ്ങൾ കുറയുമ്പോ തന്നെ നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടല്ലോ. സൗഹൃദങ്ങൾക്ക് വിങ്ങലേക്കുന്ന പോലെ തോന്നി? ഞാൻ ആരോടും ചാൻസ് ചോദിക്കാറില്ല. ചാൻസ് ചോദിച്ചത് സത്യനന്ദിക്കാട് സാറിനോട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചാൻസ് ചോദിക്കുകയും ചെയ്ത്. ത്രൂ ഔട്ട് വേഷം തന്നു. ഏത് സിനിമയായിരുന്നു അത്? പുതിയ തീരങ്ങൾ സിനിമയിൽ നിവിൻ പോളിയും ഞാനും സിദ്ധാർത്ഥും നമിത പ്രമോദും ഒക്കെയായിരുന്നു അതിലെ താരങ്ങള്. ചാൻസ് ചോദിക്കാൻ വേണ്ടി പോയി. പിറ്റേ ദിവസം ചാൻസ് തന്നു. പിറ്റേ ദിവസം, ഒരു ദിവസം വൈകിയുള്ളു. അപ്പൊ ചേട്ടാ, സിനിമയിൽ നിന്ന് ചേട്ടൻ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സൗഹൃദങ്ങൾ ആത്മാർത്ഥത നിറഞ്ഞതാന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. സിനിമയിൽ വലിയ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരാളോട് ഭയങ്കര അടുപ്പം തോന്നി ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറി എന്നോർത്തിട്ട് അയാളെ തിരിച്ചിങ്ങനെ അതേപോലെ നിൽക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ഓക്കെയാണ്. എല്ലാവരോടും സ്നേഹവും
എൻ്റെ ഒരു പെരുമാറ്റം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് പെരുമാറണതെന്ന്. അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നും വിളിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്ക് വിളിക്കും. വിളിക്കും. ആരെങ്കിലും ഓവർ ആയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തത് ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ലൈഫിൽ? ഇല്ല, എന്നെ അങ്ങനെ ചെയ്ത ആൾക്കാരൊന്നുമില്ല. നമ്മൾ നിന്ന് കൊടുക്കാറുമില്ല. ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ നമ്മള്. ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സൗഹൃദങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. എൻ്റെ വീട്ടിലും എന്നോട് എൻ്റെ വൈഫ് വഴക്കുണ്ടാക്കണമെങ്കിലും പോലും ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിട്ട് പോകും. അത് അന്തിയില്ല പാതിരിയില്ല എന്ന് പറഞ്ഞ പോലെ പോകും. അതിന് ഞാൻ അളവും കോലൊന്നും നിശ്ചയിച്ചിട്ടില്ല. എണീറ്റ് പോകും. ആര് വിളിച്ചാലും എന്താവശ്യത്തിനും പോകും. അതില് റിഗ്രറ്റ് തോന്നാൻ കാരണം എന്താ? അതൊരു കാരണം ഉണ്ടായിട്ടല്ല, നമ്മൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും. അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ചേട്ടനാണെങ്കിൽ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടൻ കോൺഗ്രസിലെ മെമ്പർ പോലും അല്ല എന്ന് ഒക്കെ പറഞ്ഞ ഒരു സംഭവം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണം ഒരിക്കലും തോന്നിയിട്ടില്ല? ഒരിക്കലും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കോൺഗ്രസിൽ കൊണ്ടൊന്നും അവരൊന്നുമല്ല. എൻ്റെ അച്ഛൻ 10-33 വർഷത്തോളം കോൺഗ്രസിലെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജോലി കിട്ടണ വരെ ആയിരുന്നു. റിട്ടയർഡ് ആയപ്പോൾ വീണ്ടും സജീവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു KSUവിൻ്റെ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സേവാദൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭയിൽ മത്സരിച്ച്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച്. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയണത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു ചാനലിലെ നിങ്ങളെപ്പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു. അമ്മ സംഘടനയെ പറ്റി നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും വിളിക്കുന്നതും. നമ്മൾ ഈ പണിയെടുക്കാന്ന് പറഞ്ഞൊരു കാലം കുറയല്ലോ. നമുക്കറിയാം നമ്മളെ എന്താ പറയണത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം. പക്ഷെ അമ്മ സംഘടന ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടാണ് അമ്മേനെ പറ്റി ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത്. എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചൂടായതിനാണ് പറഞ്ഞത്. ഇവരൊക്കെ അതിനെക്കാട്ടിയും വലുതൊക്കെ പറയുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞോളൂ. ചീത്തയൊന്നും പറഞ്ഞൊന്നുമില്ല. ചീത്ത പറയും എന്നേ പറഞ്ഞുള്ളൂ.